ശരത്തെ, രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെടുകയും അതൊരു പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട രാജ്യത്തിന്റെ നിലപാടുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട അഖിൽ മാരാർ രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെടുന്നു. കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് അപ്ലിക്കേഷൻ കൊടുക്കുന്നു. അതായത് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഹൈക്കോടതി അഖിൽ മാരാർക്ക് മുൻകൂർ ജാമ്യം കൊടുക്കുന്നു. അത് കോടതി പറഞ്ഞത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുടനീളം അഖിൽ മാരാർ പൂർണ്ണമായ അർത്ഥത്തിൽ പങ്കെടുക്കണമെന്നും പൂർണ്ണമായ അർത്ഥത്തിൽ ഈ സമയത്ത് ഇവിടെ ഉണ്ടാകണം എന്നുള്ള കുറച്ചധികം നിബന്ധനകളും പിന്നെ യൂഷ്വലായിട്ടുള്ള നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് മുൻകൂർ ജാമ്യം കൊടുക്കുന്നത്. ഈ വിഷയത്തിൽ എന്താണ് ഒരു പ്രതികരണം? അതായത് അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ് നമ്മളങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നോ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുള്ള ഈ അവസരത്തിൽ എന്താണ് സംസാരിക്കുക? ഇതിനകത്ത് അഖിൽ മാരാറിന്റെ ഒരു നിലപാട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, അതായത് ഈ ഒരു സമയത്ത് ആ രാജ്യത്തോടൊപ്പം മൊത്തം നമ്മുടെ സമൂഹവും നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു സമയത്ത് യുദ്ധം നിർത്തുമെന്നത് അനിവാര്യത തന്നെയാണ്, പക്ഷേ അത് അമേരിക്കയോട് കീഴ്പ്പെട്ടുകൊണ്ടാകരുത് എന്ന തരത്തിലായിരുന്നു അന്ന് ഒരു പോസ്റ്റ് ഇട്ടത്. മാത്രമല്ല മോദിയെല്ലാം വിമർശിച്ച് പറഞ്ഞൊരു പോസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. അത് പക്ഷെ മണിക്കൂറുകൾക്കകം തന്നെ അഖിൽ മാരാർ തന്നെ ഡിലീറ്റ് ചെയ്തു, അതിൻ്റെ വശം മനസ്സിലാക്കിയ ശേഷം ചെയ്തായിരുന്നു. അദ്ദേഹം ഇവിടെ കൊണ്ടുപോയ രീതി, അതായത് ഈ ഒരു പരാതി വരുന്നത് തന്നെ കൊട്ടാരക്കരയിൽ ഏതാണ്ട് അനീഷ് കിഴക്കേക്കര എന്ന് പറഞ്ഞൊരു BJP നേതാവ് നൽകിയ പരാതിക്ക് അടിസ്ഥാനത്തിലാണ് പോലീസ് അത് കേസെടുക്കുന്നത്. പിന്നാലെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നോക്കുക. അഖിൽ മാരാർ എന്താണ് അതിന് പിന്നിൽ, എന്താണ് അത് പറയാനുണ്ടായ കാരണം? നമുക്ക് ആദ്യം മുതലേ തന്നെ അഖിൽ മാരാറിനെ കുറിച്ച് വ്യക്തമായ രാഷ്ട്രീയം അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അഖിൽ മാരാറിന്റെ രാഷ്ട്രീയം എന്താണെന്ന് പൊതുവേ ചോദിക്കും. കാരണം ഇങ്ങനെ പറയാനിടയുണ്ടെങ്കിൽ എന്തായിരിക്കും അത് കടുത്തൊരു മോദി വിരുദ്ധത എല്ലാം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ തന്നെ നേരത്തെ അഖിൽ മാരാറിനെ പലരും സംഘിപ്പട്ടം ചാർത്തുന്നുണ്ട്, കുറേ പേര് കോൺഗ്രസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, അഖിൽ മാരാർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം പല രീതിയിലും ഇപ്പോൾ പിണറായി സത്തെ എതിർക്കുന്നുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റത്തെ അല്ല, പിണറായി സത്തെ എതിർക്കുന്നുണ്ട്. മാത്രമല്ല കാര്യകാരണ സഹിതമാണ് അദ്ദേഹം പല കാര്യങ്ങൾക്കും രാഷ്ട്രീയ നിലപാടുകൾ പറയാറുള്ളത്. ഈ ഒരു വിഷയത്തിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നോക്കേണ്ട ഒരു കാര്യം, രാഷ്ട്രീയപരമായിട്ട് അഖിൽ മാരാറിന് തൻ്റെ സംഘിപ്പട്ടം മാറ്റുക എന്നുള്ളത് അനിവാര്യമായിരുന്നു. അതായത് തന്റെ മേലുള്ള നിഷ്പക്ഷത കൊണ്ടുവരിക. കാരണം നേരത്തെ മുതൽ ഉണ്ടായിരുന്നത് അഖിൽ മാരാർ ഒരു സംഖ്യയാണ്. കാരണം എനിക്ക് തോന്നുന്നു ചർച്ചകളിലൊക്കെ തന്നെ ശബരിമല വിഷയത്തിന് ശേഷം ഉണ്ടായ കാര്യങ്ങളിലെല്ലാം തന്നെ ഈ ഒരു തരത്തിലുള്ള വിമർശകർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ സ്വാഭാവികമാണ്, ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ ആര് സംസാരിച്ചാലും ഉടനെ തന്നെ സംഘിപ്പട്ടം ചാർത്തുക എന്നുള്ളത് ഇവിടുത്തെ ഒരു കീഴ്വഴക്കമാണ്, അല്ലെങ്കിൽ കൊങ്ങിയാക്കി കളയുന്നുള്ള രീതിയാണ്. അഖിൽ മാരാറിനെ സംബന്ധിച്ചിടത്തോളം അഖിൽ മാരാർ വരുന്ന ഇലക്ഷനിൽ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇലക്ഷൻ, അതായത് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ നിൽക്കുന്നു എന്നൊരു പ്രചരണമുണ്ട്. പൊതുവെ ഒരു അങ്ങനെ ഒരു സംഭവം നമ്മൾ രാഷ്ട്രീയ സുഹൃത്തുക്കൾ വഴി ഇറങ്ങിയൊരു കാര്യം കൂടിയായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഖിൽ മാരാറിന് കൃത്യമായ ഒരു ലാൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അതായത് സംഘിപ്പട്ടം മാറ്റുക, അതോടൊപ്പം തന്നെ നിഷ്പക്ഷത കാണിക്കുക, പതുക്കെ അതിൽ കോൺഗ്രസ് അനുഭാവി എന്ന രീതിയിലേക്ക് ഒരു പേരെടുക്കുക എന്നുള്ള രീതിയൊക്കെ ആയിരിക്കാം അത് അഖിൽ മാരാറിൻ്റെ ഒരു മോൾ. പക്ഷേ അതിനുവേണ്ടി ഇത്രയും വലിയൊരു സെൻസിറ്റീവ് ഇഷ്യൂവിലേക്ക് പറഞ്ഞുകൊണ്ടാകരുത് എന്ന് പേഴ്സണൽ അഭിപ്രായം കൂടിയുണ്ട്. കാരണം രാജ്യം നേരത്തെ പറഞ്ഞ തന്നെ രാജ്യം അതിവൈകാരികമായി നിൽക്കുന്ന സമയം, പ്രത്യേകിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയം, മാത്രമല്ല ശശി തരൂർ അടക്കമുള്ളവർ നമുക്കറിയാം അത്രയും വിജ്ഞാനമുള്ളവർ പോലും എടുക്കുന്ന നിലപാടുകൾ അത്രയും കൃത്യതയുള്ളതായിരുന്നു, രാജ്യത്തോടൊപ്പമായിരുന്നു. പക്ഷെ ആ സമയത്ത് അമേരിക്കയ്ക്ക് കീഴടങ്ങി, അതായത് മോദിയെ തെറി വിളിച്ചോ അല്ല അവിടെ ആളാകേണ്ട, ഇപ്പോൾ അഖിൽ മാരാർ തന്നെ നിലപാട് അറിയിക്കേണ്ടത്. അതെല്ലാം കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു മണിക്കൂറിനുള്ള പോസ്റ്റ് ഡിലീറ്റ് ആക്കാന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് തന്നെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്നാണല്ലോ, അല്ലെങ്കിൽ അതിന് എന്തോ പ്രശ്നമുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നതുകൊണ്ടാണത് റിമൂവ് ചെയ്യുന്നത്. ഈ സംഘിപ്പട്ടം അല്ലെങ്കിൽ കൊങ്ങിപ്പട്ടം കമ്മിപ്പട്ടം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റമാണ്. അതായത് ഒരാൾക്കൊരു നിഷ്പക്ഷ സ്റ്റാൻഡ്, അല്ലെങ്കിൽ ഒരാളെ വിമർശിക്കണമെങ്കിൽ പണ്ടത്തെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ മമ്മൂട്ടി ഫാനാണ് മോഹൻലാലിനെ വിമർശിക്കുക എന്ന് പറയുന്ന പോലെയുള്ളൊരു സിമ്പിൾ ലോജിക്കാണ്. ആ ലോജിക്കിന് അപ്പുറമായി നിന്ന് ചിന്തിക്കാനുള്ളൊരു ഒരു സ്വതന്ത്ര ചിന്തകനായ ഒരാൾക്ക് നിന്ന് സംസാരിക്കാൻ ഈ നാട്ടിൽ പറ്റില്ലേ എന്ന തരത്തിൽ ചിന്തിക്കാൻ ഒരു ബൗദ്ധികമായി നമ്മുടെ ഈ സമൂഹം മെച്ചപ്പെട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഒരാൾ മറ്റൊരാളെ വിമർശിക്കുമ്പോൾ അത് ക്രിയേറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം ആണെന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയ ചായവ് ഇല്ലാതെയും ഇങ്ങനെ വിമർശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് ഉള്ള തിരിച്ചറിവില്ലാതെ വരുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അഖിൽ മാരാറെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങളിലും നിലപാടുള്ള ഒരു പ്രത്യേക മനുഷ്യനാണ് അഖിൽ മാരാർ. അഖിൽ മാരാർക്ക് പറയാം, ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഈവൻ ഈ പറഞ്ഞ പോലെ സീസ്ഫയറിനെ കുറിച്ചോ മോദിയെക്കുറിച്ചോ അഖിൽ മാരാറിന് പറയേണ്ടത് എപ്പോഴാണ് എന്നുള്ളതാണ് വളരെ പ്രസക്തമാവുന്നത്. അഖിൽ മാരാർക്ക് അഭിപ്രായം പറയാനുള്ള സാഹചര്യം ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ ആ സമയത്തിന് പകരം ഇപ്പോൾ പറഞ്ഞിരുന്ന ഈ ഒരു ഇമ്പാക്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ പരാതി ചിലപ്പോൾ പോയെന്നിരിക്കില്ല. അതാണ് പറയുന്നത്, ഇത്രയും നിർണായകമായ സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത്, എനിക്കൊന്ന് പ്രതിപക്ഷം പോലും വാമൂടിയിരുന്ന സമയമായിരുന്നു ആ സമയത്ത്, മോദി വിമർശനങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ് അഖിൽ മാരാർ ഇത്തരത്തിൽ ഒരു ആരോപണം അങ്ങനെ വരുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഒന്നിച്ചു നിൽക്കേണ്ടവർ ഭിന്നിക്കേണ്ട അവസ്ഥ വരും. അവിടെ ചർച്ചകൾ വരും, കൂടുതൽ ചർച്ചകൾ വരും. പ്രത്യേകിച്ച് അഖിൽ മാരാറിനെ പോലെ അത്രയും ആഘോഷിക്കപ്പെട്ട ഒരു ഇൻഫ്ലുവൻസർ കൂടെ ആകുമ്പോൾ
അപ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊരു ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റുന്നതാണ്. തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് പോലെ അതുപോലെ ആയിരുന്നു. അതാണ് പറഞ്ഞത്, സ്വയമേ തന്റെ രാഷ്ട്രീയ ഭാവി കൂടി ലക്ഷ്യം വെച്ച് അതിനൊരു ഘടകമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് അനുഭാവിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറെ കഴിഞ്ഞിട്ട് മോദിയുടെ ചിന്താഗതികളെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല പിണറായി സത്തെ എതിർക്കുന്നുണ്ട്. പിണറായിയെ പച്ചയ്ക്ക് എന്നതുപോലെ പറയുന്നുണ്ട്. പക്ഷേ തനിക്ക് മോദിയോടുള്ള ഒരു ആദരവും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയോടുള്ള ആദരവും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊരു വ്യക്തത വരുത്താൻ വേണ്ടി താൻ നിഷ്പക്ഷമായ ഒരു കോൺഗ്രസിനൊപ്പമാണെന്ന് പറയാതെ പറയാൻ വേണ്ടി മാത്രമായിട്ട് ഇത് പോയോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതായിരുന്നു ഇവിടെ ഒരു വിഷയമായതും അത് പരാതിയിലേക്ക് പോയതും അഖിൽമാരാർ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഏതാണ്ട് 2-2.5 ആഴ്ചയോളം വേണ്ടി വന്നതും അതുതന്നെ ആയിരിക്കും അതിന് കാരണമായത്.